മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ്. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കല്യാണ പന്തലിലേക്ക് കയറി വരുമ്പോൾ പന്തലിൻ്റെ മുന്നിൽ നിന്നിട്ട് വരുന്ന അതിഥികളെ മുഴുവൻ ആതിഥേയനെ പോലെ സ്വീകരിക്കേണ്ട ഗൃഹനാഥൻ എന്തോ ഒരു ഘനീഭവിച്ച ദുഃഖഭാരം പേറിയിട്ട് ആരോടൊരു പ്രസന്നത പ്രകടിപ്പിക്കാതെ അദ്ദേഹം ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ നിഴലാട്ടം മുഖത്ത് പ്രകടമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസായ 1-2 സുഹൃത്തുക്കൾ പന്തലിൻ്റെ പിറകിലേക്ക് കൊണ്ടുപോയി ചോദിച്ചു, എന്താ നിനക്കിന്നൊരു വിഷാദം, എന്തൊരു സങ്കടം, എൻ്റെ മോളെ കല്യാണമല്ലേ എന്ന്. അപ്പോൾ ഇയാളെ മനസ്സോട് പൊട്ടുകയാണ്. ഒരു പ്രഷർ കുക്കർ അവസാന വിസിലടി അടിക്കും പോലെ ഒരാൾ നമ്മളോട് എന്താ നിൻ്റെ സങ്കടം എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ചല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ദുഃഖം മൊത്തം അണ പൊട്ടി ഒഴുകാറുണ്ട് ചില സമയത്ത്. അത് പ്രഷർ കുക്കറാണ്. ഈ മനുഷ്യനാണ് കരഞ്ഞു. ഈ കരയല്ലേ എൻ്റെ മകളെ കല്യാണമാണെന്ന്, ഇന്ന് കരയേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞു. 2 സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ച് ഈ മനുഷ്യൻ പറഞ്ഞു, എന്താ അറിയോ, എൻ്റെ 25-കാരനായ മോനാണ് ഈ പന്തലിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് ഈ വരുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യേണ്ട ആൾ. അവൻ ഇന്ന് ജില്ലയിലെ പേരു കേട്ട ഡി അഡിക്ഷൻ സെൻ്ററിലെ ഹോസ്പിറ്റലിലെ സെല്ലിൽ കഴിയാണ്. ഇന്നലെ വൈകുന്നേരം ഞാനും എൻ്റെ പെണ്ണുങ്ങളും കാർ എടുത്തിട്ട് അവനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടറോട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, സാറേ മാനം കെടുത്തരുത്, നാളെ രാവിലേക്ക് നടക്കണ പരിപാടിക്ക് ഇന്ന് ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങളെ മോനെ ഒന്ന് നിങ്ങൾ വിട്ടു തരണം. ഡോക്ടർ തിരിച്ച് കൈകൂപ്പിയിട്ട് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ മാനം കെടാതിരിക്കണമെങ്കിൽ ഇവനെ കൊണ്ടുപോകാതെ നിങ്ങൾ തിരിച്ചു പോകണം. ഇവനെ കൂട്ടിയാൽ നിങ്ങൾ മാനം കെടും. കാരണം ഇപ്പം ഞങ്ങൾ മെഡിസിനൊക്കെ കൊടുത്ത് ആൾക്ക് അങ്ങനെ ഒരു മാനസിക ശാന്തത കിട്ടാനുള്ളൊരു ആംബിയൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ മെഡിസിനോട് അവൻ്റെ ശരീരം അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്ന സമയമാണ്. ഇപ്പം സെല്ലിൽ അവൻ്റെ കൂടെ ഉള്ളവർ അവൻ ആക്രമിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ പൊടി കഴിച്ച് ശീലിച്ചവനാണ്, ഈ ഞരമ്പ് തെരഞ്ഞു പിടിച്ചിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് ശീലിച്ചവനാണ്. അത് ഒരു 10-20 ദിവസം കിട്ടാത്തതിൻ്റെ ഹാങ് ഓവർ അവൻ്റെ സ്വഭാവത്തിൽ കൃത്യമായി പ്രകടാകും. നാളെ അവൻ തല്ലും ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് നാട്ടുകാരെ മുമ്പിൽ നിങ്ങൾ മൊത്തം മാനം കെടും. അതുകൊണ്ട് ഉപ്പിയും ഇപ്പം തിരിച്ചു പോയിക്കോ, നാളെ നിങ്ങളെ കുട്ടിയെ ശാന്തനായി നിങ്ങൾക്ക് കിട്ടണം എന്ന ഒരു ലക്ഷ്യം, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ സ്വന്തമായി നിർമ്മിക്കാതെ ആരോ നിർമ്മിച്ച ഇരുമ്പ് അറകൾക്കുള്ളിൽ ജന്മനാ മാനസിക രോഗിയാവാതെ ഏതോ ഒരു സൗഹൃദം വഴിമാറി സഞ്ചരിച്ചതിൻ്റെ പേരിൽ ലഹരിയുടെ പിടിമുറുക്കത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ പേരിൽ മാന്യമായി ജീവിക്കാൻ കഴിയാത്ത കുറേ കുട്ടികൾ മലപ്പുറത്തും മഞ്ചേരിയും തിരൂരൊക്കെ സെല്ലിൽ കഴിയുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. പൊതുപ്രവർത്തകരായ ക്ലബിൻ്റെ മെമ്പർമാർക്ക് കിട്ടുന്നത് സൊസൈറ്റിയുടെ എല്ലാ തുറകളിലും കണക്ഷനുള്ള ഒരു വലിയ ജനറേഷനെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ദഅവത്തിൻ്റെ സ്കോപ്പ് ബൃഹത്തായതാണ് എന്നാണ് ഞാൻ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഈ നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളെ പരിസരത്തോ അറിയാത്ത കൂട്ടത്തിലോ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ചില ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആൾക്കാർ, MDMA വിതരണം ചെയ്യുന്ന ആളുകൾ, ഹെറോയിനോ കൊക്കൈനോ ഹാഷിഷോ കറുപ്പോ ചെരസോ അല്ലെങ്കിൽ ഈ പൊടിയോ സിന്തറ്റിക് മെഡിസിനുകളോ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്ന ആളുകളെപ്പറ്റി എന്തെങ്കിലും കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ കൃത്യമായിട്ട് ഹൈഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പോൾ ആപ്പിൽ ഇതിൻ്റെ മെസ്സേജുകൾ കൊടുക്കാൻ ഓപ്ഷനുണ്ട്. പോൾ ആപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിൻ്റെ ആഭ്യന്തര കാര്യാലയത്തിലെ സംസ്ഥാന പോലീസിൻ്റെ രഹസ്യ ആപ്പാണ് പോൾ ആപ്പ്. ഈ പോൾ ആപ്പിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരിക്കലും വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തൂഫാൻ്റെ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതെന്തിനാ കൊടുക്കണറിയോ? ഒരാളെ പെടുത്താനല്ല, ഒരു നാടിനെ രക്ഷപ്പെടുത്താനാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്താ അറിയോ, ഇവർ കുടുങ്ങിയിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ മക്കൾ ഇവരുടെ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കരുത്. എന്നെ കേൾക്കുന്ന ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊക്കെ വിശ്വാസ ആദർശപ്രകാരം ഒറ്റ മതത്തിൻ്റെ ആൾക്കാരാ, ഒറ്റ വിശ്വാസത്തിൻ്റെ ആൾക്കാരാ, ഒറ്റ പ്രവാചക തിരുമേനിയുടെ അനുയായികളാണ്. രാഷ്ട്രീയ വീക്ഷണങ്ങൾ പലർക്കും പല രീതിയിലുള്ള വീക്ഷണങ്ങളാകാം, അല്ലേ? ആവാം. മതേതരത്വത്തിൻ്റെ മതിൽ പൊളിക്കാത്ത എല്ലാ രാഷ്ട്രീയ വീക്ഷണങ്ങളും ഉണ്ടാവാം. ഞാൻ അതിലേക്കല്ല കടക്കണത്. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് രാഷ്ട്രീയമാക്കരുത്, ആരും രാഷ്ട്രീയമാക്കരുത്. നമ്മുടെ കുട്ടികളെ തേടിയിട്ട് സ്കൂളിലേക്ക് ആളുകൾ പോകും, പ്രവർത്തകർ പോകും, പോവട്ടെ. നമുക്ക് ഏറ്റവും വലിയ ആശങ്ക ഇപ്പം എന്താ? നമ്മളെ കുട്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്, സ്കൂളിൽ പോകുന്നതാണ്. പണ്ടത്തെ കാലത്ത് സ്കൂളിൽ പോകണില്ല എന്നുള്ള പരാതിയായിരുന്നു, അല്ലേ?
അപ്പം ഈ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെയാവുക എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. പെരുമ്പാവൂരിൽ അതിമനോഹരമായ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോയി കാണേണ്ട സ്ഥാപനമാണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡി അഡിക്ഷൻ ബ്ലോക്കാണ്. എന്ന് പറഞ്ഞാൽ കൗമാരക്കാരായ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ട് മാനസിക നില തെറ്റിപ്പോയതിൻ്റെ പേരിൽ കുടുംബക്കാർ കൊണ്ടുവന്നാക്കിയ കുട്ടികളുടെ ഒരു ബ്ലോക്കാണ്. അടങ്ങനെ പോയപ്പോൾ നമ്മുടെ ജില്ലയിലെ, ഞാൻ പ്രദേശം പറയണില്ല, ഒരു കുട്ടി അറിയെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടായിട്ടല്ല, സോഷ്യൽ മീഡിയയിലൂടെ എന്തോ കണ്ടതാ, കൈ പിടിച്ചവൻ കരഞ്ഞു. 22 or 23 വയസ്സുണ്ടാകും. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്, ഈ കുട്ടിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ഒരു സങ്കടം ഇപ്പം എന്തായിരിക്കും പടച്ചോനെ, അല്ലേ? എത്ര പ്രതീക്ഷ ഉണ്ട് നമ്മളെ മക്കളിൽ നമുക്ക്. ആ പ്രതീക്ഷ ഒരു നിമിഷം അസ്ഥാനത്താവാൻ. അതാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രളയമാണ്. ആ പ്രളയം വന്നാൽ കൊണ്ടുപോകേണ്ടതിനെ നക്കി തുടച്ചിട്ടേ പോകൂ. അതങ്ങനെ തന്നെ ആക്കി കൊടുക്കണം. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, നമ്മളെ കുടുംബത്തിന് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ അവരായിട്ട് നിർമ്മിക്കാത്ത സെല്ലിൽ കൂട്ടിൽ കഴിയേണ്ടി വരും. കഞ്ചാവ് വിൽപ്പനക്കാരൻ്റെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ ഒരു ദയാദാക്ഷിണ്യം അവിടെ കാണിക്കാനേ നിങ്ങൾ പാടില്ല. അവൻ കൂട്ടിൽ പോയി കിടക്കട്ടെ. കാരണം ഇവൻ നാളെ നമ്മളെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ്, അല്ലേ? കാരണം ഇപ്പം ഇതിലൂടെ 10 ഉറുപ്പ്യ ഉണ്ടാക്കി ശീലിച്ചു. അത് ശരിയല്ലല്ലോ, അത് അവിഹിതമായ വരുമാനമല്ലേ? അവൻ പ്ലേറ്റ് മാറ്റി പിടിക്കണമെങ്കിൽ അവർക്ക് പ്ലാറ്റ്ഫോം ഡ്രൈ ആവണം. ഇപ്പം പെരുമ്പാവൂരിൻ്റെ അവസ്ഥ എന്താ ഞാൻ ചോദിക്കട്ടെ? ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് വന്ന് അവർ മാന്യമായിട്ട് അവരുടെ ദൈനംദിന പണിയെടുത്ത് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ നല്ല വിപണി സജീവമാണ്, അവിടെ 10 ഉറുപ്പ്യ ഇറക്കുന്ന ആൾക്കാരാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആസാമിൽ നിന്ന് സാധനങ്ങളുടെ ബണ്ടിലുമായിട്ട് ഷാഹിദ വന്നു. ഷാഹിദൻ്റെ കൂടെ ഫിറോസ് ഖാൻ വന്നു. ഫിറോസ് ഖാൻ്റെ കൂടെ അനസ് ബായി വന്നു. എല്ലാവരും വന്നപ്പോൾ അവിടെ മറ്റൊരു വിപണി ബായിയുടെ കരവിരുതുകളെ കൊണ്ട് സജീവമായി. അതിലാരാ പെട്ടുപോയത്? നമ്മളെ സ്വന്തം മക്കൾ. ഇപ്പം പെരുമ്പാവൂരിൻ്റെ ഓരോ കവലയെന്നും പോലീസ് കോളറെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോണ 9ാം ക്ലാസ്സിലുള്ള കുട്ടീൻ്റെ ഫോട്ടോ, അല്ലേ, 10ാം ക്ലാസ്സിലുള്ള കുട്ടീൻ്റെ വീഡിയോ ഒന്ന് കാണൂ. നമ്മളിങ്ങനെ മൂലയിലിരുന്ന് A+ മോഹിച്ചാൽ പോരാ, നമ്മളെ കുട്ടികൾ അത് മോഹിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളുടെ വാതിൽ കൂടി തുറന്നു കൊടുക്കണം. അതിന് തൂഫാൻ നടക്കണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര അപകടകരമായ സ്ഥിതിയിലാണ് ഇന്ന് നമ്മുടെ നാട് എത്തിയിരിക്കുന്നത്. ഒന്ന് ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര സ്വാർത്ഥതയുടെ ആളുകളായി മാറിയിരിക്കാൻ. നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും കഴിയുണ്ടല്ലോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ സേഫാണ്. ഈ വിശ്വാസം എന്ന് നമ്മൾ മാറ്റിവെക്കുന്നോ അന്നേ തലമുറകളോട്, സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യണം. അവനവൻ്റെ അറിവിലുള്ളത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടെങ്കിലും അടുത്ത ജനറേഷനെ രക്ഷപ്പെടുത്തണം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.